ഭാർഗവൻ ചേട്ടൻ എന്തേ? അങ്ങയുടെ അമ്മയുടെ ചതയ്ക്ക് തീ കൊടുത്താനേ അവിടെ തന്നെ നിൽക്കുക. ഞാൻ അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കേട്ടു. ഓ അമ്മ എന്തേ? വേണ്ട, അവിടുത്തെ കാര്യം എവിടെയും ഇവിടുത്തെ കാര്യം അവിടെയും പറയണ്ട. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിനക്ക് ക്ഷമിച്ചുകൂടെ? എന്നെ പോലെ അവരും നിന്റെ അമ്മയല്ലേ? അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ. അമ്മായിയമ്മമാരെ കുറ്റം പറയുന്ന മരുമക്കൾ ഒന്നും മറക്കുന്നു. അവരും നാളത്തെ അമ്മായിയമ്മമാരാണെന്ന്. ഞാൻ വന്നു കയറി ഇഷ്ടമായില്ലെങ്കിൽ അത് പറ. ഇഷ്ടായില്ല. അല്ലേ ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ബാലേന്ദ്ര, എടാ നിന്നെ ഈ ഒക്കത്തിരുത്തി ഒത്തിരി ലാളിച്ചിട്ടുള്ള ഞാൻ. അത് നീ മറക്കരുത്. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചിയുടെ കാര്യം പണ്ടേ തീരുമാനമായതല്ലേ? അതല്ലേ ചേച്ചിയെ കെട്ടിച്ചു വിട്ടത്? വെറുതെ അല്ല പഠിച്ചു പാസ്സായിട്ടും പറമ്പിൽ തൂമ്പാപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്രൻ. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എണ്ണി നോക്കിക്കേ. ഓ, എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കൃത്യ. പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്ത്? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, മറന്നതായിരിക്കും. ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ, എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഓസിന് മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ? നീ ആ വരാന്തയിൽ വെച്ചെടുത്താ മതി, നല്ല സീനറി കിട്ടും. ഈ ബോസിലൊന്നും അടിച്ചേ ഇരിക്കയില്ല, താഴെ അതൊന്നും നീ പഠിപ്പിക്കണ്ട. ചെരിഞ്ഞ് ഇങ്ങോട്ടല്ല അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ ഇതൊരെണ്ണം മാത്രം മതിയല്ലേ? അത് ഇതടി, ഇത് ഉഗ്രം ബോസാ. ഇതടിച്ചും കാണട്ടെ, കാണട്ടെ. ചേട്ടാ അടിച്ചോ, മോളിനെ നോക്കുന്നോ? അടിച്ചോ. പ്രേമേന്ദ്ര, ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല. ഇല്ലാന്നോ? ഫിലിമില്ല ഇതിന്റെ അകത്ത്. ഞാൻ എടുത്തിട്ട് വരാം. ഓ, നല്ല മൂഡിൽ വന്നപ്പോഴാണ് നിർത്തിയത്. നിന്റെ മൂഡ് അനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടി തരണ. മനസ്സിലായില്ല? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ നിന്റെ ഒളിഞ്ഞോട്ടം? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്? ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കാൻ ചെയ്ത രണ്ടിനെ കൊന്നുകളയും ഞാൻ. പറ്റിയോടാ? പറ്റില്ല, അവൾക്ക് കുളിക്കാൻ